ശരിക്കും ഈ ഓൺടർപ്രണേഴ്സ് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവരെന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ശരിക്കും? ആക്ച്വലി പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല ഒരു ബിസിനസ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാത്രമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞൊരു 80% ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് നമ്മുടെ മറ്റിതര അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റാവുന്നതും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാവുന്നതും അല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മളിതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ആ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് നമുക്ക് വേസ്റ്റ് ആയി പോവുകയാണ്. അപ്പോൾ ഒരു പെർ മന്ത് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉള്ള വിശ്വാസം നഷ്ടപ്പെടാണ് ശരിക്കും. അപ്പം ഗ്രോത്ത് ഫാദറിൻ്റെ ആ ഒരു സർവീസ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം അവർക്കൊരു പർട്ടിക്കുലർ നമ്പർ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പം നമുക്കിപ്പോൾ 100 രൂപ ലീഡ് കോസ്റ്റ് വരികയാണെന്ന് വിചാരിക്കുക, 1000 ലീഡിന് നമുക്ക് 1,00,000 രൂപയാവും. പക്ഷേ ഈ ഒരു 100 രൂപേനെ നമുക്കൊരു 70 ആക്കാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ 50 ആക്കാൻ പറ്റുകയാണ്. വിച്ച് മീൻസ് നമുക്ക് 50,000 രൂപ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. 1000 കിട്ടേണ്ടടുത്ത് നമുക്ക് 2,000 രൂപ കിട്ടും. സോ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണാത്ത ഒരുപാട് ഒപ്റ്റിമൈസേഷൻ പോസിബിലിറ്റീസ് നമുക്ക് ഉണ്ടാവും. സോ ഇത് യൂട്ടിലൈസ് ചെയ്ത് മോർ റവന്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പാർട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് മാത്രം ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ റീസൺ നമ്മളുടെ പ്രൈസിങ്, നമ്മളുടെ കോമ്പറ്റീഷൻ, നമ്മൾ എങ്ങനെയാണ് ഇതിന് മുമ്പിലേക്ക് വെക്കുന്നത്, നമ്മൾ എന്ത് ഓഫറാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്, ഇതിന് ഡ്രീം ഔട്ട്കം എന്നൊക്കെ പറയും. അപ്പം ഈ ഡ്രീം ഔട്ട്കം കൊടുക്കുന്നുണ്ടോ, അല്ല നമ്മൾ ജസ്റ്റ് അനദർ കമ്പനി ആയിട്ട് ഒരു മാർക്കറ്റിങ്ങിൽ ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നതാണോ, ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന അതിൽ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ മാർക്കറ്റിംഗ്. അപ്പോൾ ബിസിനസ് പാർട്ടിലും നമ്മൾ അതേപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ഓഫർ ചെയ്യുന്നു, ഒരു മാർക്കറ്റർക്കും ഒരാൾക്കും ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അൺലെസ് ഇറ്റ് ഈസ് ഓഫറിങ് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് വാല്യൂ കസ്റ്റമറിന്. അപ്പം അതിനെ കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ട് എടുത്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. യെസ്, ഇപ്പം ഇത്രയും കമ്പനികളെ കൺസൾട്ട് ചെയ്തു, ഓക്കെ, ഇതിൽ എത്രത്തോളം കമ്പനികളിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയും? അത് വലിയൊരു പെർസെൻറ്റേജ് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അഗ്രസീവാണ് മാർക്കറ്റിംഗ്. ഗ്രോത്ത് ഫാദർ നമ്മളുടെ ഓൺലി ഫോക്കസും റവന്യൂ ആണ്. ആക്ച്വലി ഗ്രോത്ത് ഫാദർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ള ലെവലിലല്ല. അതിന് ഞങ്ങൾക്കൊരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബിഗ് വിഷനോട് കൂടെയാണ്. ലൈക്ക് ഒരു 8 to 10 കോടിയൊക്കെ ചെയ്യുന്ന കമ്പനികളെ നമ്മൾ 100 crores എത്തിക്കാൻ പറ്റുന്നു. അതിൽ ടെക്നോളജിയിലും അതേപോലെ മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു 100-200 കമ്പനികളിൽ നിന്ന് ഒരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ഒരു മൊണോപ്പൊളി കമ്പനി ആക്കുക. അപ്പം ഈ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറെ കേസ് സ്റ്റഡീസ് ഉണ്ടാവണം. സോ അതിനാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറ്. സോ അതിൻ്റെ ഒരു റിസൾട്ട് ആയിട്ട് ഞങ്ങൾക്ക് പല കമ്പനികളും മാറ്റാറുണ്ട്. ഈവൻ 1 monthലൊക്കെ നമ്മൾ 25% ഇൻ CR ലെവലിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.